പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ ഓരോ ദിവസവും മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 23-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഇന്ന് സ്നേഹബഹുമാനപ്പെട്ട ജോഷി മയ്യാട്ടിൽ അച്ഛനിലൂടെ നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുവിനെപ്പറ്റി തിരുവചനത്തിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. പ്രിയ നഴ്സ് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പ്രത്യാശ ഉള്ളവരാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ പ്രത്യാശാഭരിതമായ ജീവിതം നയിക്കുക എന്നാണ് അർത്ഥം. വിശ്വാസം, സ്നേഹം, ശരണം അഥവാ പ്രത്യാശ, ഈ മൂന്നിനെയും നമ്മൾ വിളിക്കുന്നത് ദൈവിക പുണ്യങ്ങൾ എന്നാണ്. അർത്ഥം എന്താണ്? ഇവ മൂന്നിൻ്റെയും സ്രോതസ്സ് ദൈവമാണ്, മാർഗം ദൈവമാണ്, ഇവയുടെ ലക്ഷ്യവും ദൈവം തന്നെ. അപ്പോൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ദൈവകൃപയാൽ വളർന്ന് ദൈവത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന പുണ്യങ്ങളാണ് ദൈവിക പുണ്യങ്ങൾ. അതിൽ പ്രത്യാശ എന്ന പുണ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത്. പ്രത്യാശയ്ക്ക് ഒരു പേരുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ഇത് പറയുന്നത് ആരാ? വിശുദ്ധ പൗലോസ് തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. 1-ാം വാക്യത്തിൽ തന്നെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് പൗലോസ്: നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവിൻ്റെയും കൽപ്പനയാൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതുന്നത്. നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തു. അപ്പോൾ പ്രത്യാശയ്ക്ക് വ്യക്തമായ ഒരു പേരുണ്ട്. കൊളോസ്സുകാർക്കുള്ള ലേഖനത്തിൽ 1-ാം അധ്യായം 27-ാം വാക്യത്തിലും യേശു ക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശ എന്ന് വളരെ വ്യക്തമാണ്. ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു. ഇനി റോമക്കാർക്കുള്ള ലേഖനത്തിൽ 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസം, പ്രത്യാശ, ഉപവി, ഈ 3 ദൈവിക പുണ്യങ്ങളെയും പരാമർശിക്കുന്നുണ്ട്. നമുക്ക് അത് ഒന്ന് വായിച്ചു കേൾക്കാം. വളരെ ശ്രദ്ധേയമായ, വളരെ ആഴമായ ഒരു ഭാഗമാണത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, 3 ദൈവിക പുണ്യങ്ങളും ഒരുമിച്ച് പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് റോമാക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ.
ഇനി പ്രത്യാശ എന്നുള്ളത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പര്യായമായി പോലും ഉപയോഗിക്കപ്പെടാറുണ്ട്. അത് ശ്രദ്ധേയമാണ്. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 10-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്. 10:23 നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. പ്രത്യാശ ഏറ്റുപറയുന്നതിൽ എന്താ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? വ്യക്തമാണ്, വിശ്വാസം തന്നെയാണ് ഈ പ്രത്യാശ. ഇവിടെ പ്രത്യാശ എന്നുള്ളതിന് ഹെബ്രായരുടെ ലേഖനത്തിൽ പല അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥം വ്യക്തമായും ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറയുന്നതിനെക്കുറിച്ച് തന്നെയാണ്. കണ്ടോ? ഇനി അതുപോലെ തന്നെ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ, പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ കുറിച്ചുള്ള മറുപടി പറയാൻ, വിശ്വാസത്തെ വിശദീകരിച്ചു കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധരായിരിക്കുമെന്ന്. അപ്പോൾ നോക്കുക, ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവ പ്രത്യാശയും ഐഡൻറ്റിഫൈഡ് ആയിട്ട് ബൈബിളിൽ 2 ഭാഗങ്ങളിലുണ്ട് എങ്കിലും ഉണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ അത് ശരിയാം വിധം മനസ്സിലാക്കണമെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്കൊരാൾ കടന്നു വന്ന നിമിഷത്തിന് മുൻപും പിൻപും എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന 2 അവസ്ഥകളെ വിശകലനം ചെയ്താലേ പ്രത്യാശ ഒരാളിൽ വരുത്തുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനാവും. ഇത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. വിശുദ്ധ പൗലോസ് കൃത്യമായിട്ട് ഇക്കാര്യം പറയുന്നുണ്ട്. എഫേസോസുകാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനത് കൊണ്ടുവരികയാണ്. എഫേസോസ് 2:12. 11 മുതൽ വായിച്ചോളൂ, അപ്പോഴത് കുറച്ചുകൂടി വ്യക്തതയുണ്ടാകും. നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ, കണ്ടോ, എഫേസോസുകാർക്കുള്ള ലേഖനത്തിൽ അദ്ദേഹം എഴുതുന്നത് അവർ ക്രിസ്ത്യാനികളായി മാറുന്നതിന് മുൻപുള്ള അവസ്ഥകളെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ്. നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ, ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടപ്പോൾ നിങ്ങളെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത് ഓർക്കുക. അന്നു നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക. കണ്ടോ? പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്ന എഫേസോസുകാരുടെ ആ പഴയ അവസ്ഥയെ പൗലോസ് അവരെ അനുസ്മരിപ്പിക്കുകയാണ്. പ്രത്യാശയിലൂടെ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റമുണ്ടാകുന്നത്? പ്രിയപ്പെട്ടവർ, ഇത് പറയുമ്പോൾ, ഈ ഒരു വ്യത്യാസം പറയുമ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോടിത് സംസാരിക്കുന്നത് വളരെ പ്രത്യേകിച്ചും ബെനഡിക്റ്റ് 16-ാമൻ പാപ്പയുടെ ചാക്രിക ലേഖനത്തിൻ്റെ വെളിച്ചത്തിലാണ്. സ്പേ സാൽവി എന്ന ചാക്രിക ലേഖനം, പ്രത്യാശയെക്കുറിച്ച് വളരെ സുന്ദരമായി ബെനഡിക്റ്റ് പാപ്പ എഴുതിയ, സഭയ്ക്ക് മുഴുവനുമായി എഴുതിയ ആ ചാക്രിക ലേഖനം 2007 അദ്ദേഹം നമുക്കായിട്ട് തന്നത് എന്നോർക്കുന്നുണ്ടല്ലോ. ഈ ഒരു ചാക്രിക ലേഖനം നിങ്ങൾ വായിക്കണമേ. മലയാളത്തിൽ പ്രത്യാശയിൽ രക്ഷ എന്ന പേരിൽ അത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊന്ന് വായിക്കാൻ ശ്രദ്ധിക്കണമേ. അതിൽ പാപ്പ ഒരു ആഫ്രിക്കൻ വനിതയുടെ അനുഭവം, പ്രത്യാശ ഒരു വ്യക്തിയിൽ വരുത്തുന്ന മാറ്റത്തെ കൃത്യമായി കാണിച്ചുകൊണ്ട് പാപ്പ പറയുന്നുണ്ട്. അതാരാ? അത് സുഡാൻകാരി ആയ ജോസഫൈൻ ബക്കീത്ത.
1869 ജനിച്ച് 1947 മരിച്ച ഒരു ആഫ്രിക്കക്കാരിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ ചെറുപ്പം മുതലേ കളിക്കൂട്ടുകാരിയാണ്. കാരണം ഞാൻ പഠിച്ചത് വൈപ്പിൻ കനോസ സ്കൂളിലാണ്, കനോഷ്യൻ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളിൽ. കനോഷ്യൻ സിസ്റ്ററായി മാറിയ ഒരാളാണ് ഈ ജോസഫൈൻ ബക്കീത്ത. അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പകാലം മുതലേ തന്നെ ജോസഫൈൻ ബക്കീത്തയെക്കുറിച്ചുള്ള നാടകങ്ങൾ ഞങ്ങൾ കളിച്ചിട്ടുണ്ട്, ജോസഫൈൻ ബക്കീത്തയെക്കുറിച്ചുള്ള കവിതകൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ജോസഫൈൻ ബക്കീത്തയെക്കുറിച്ചുള്ള സിനിമ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിശുദ്ധ ആഫ്രിക്കക്കാരി, സുഡാൻകാരി വിശുദ്ധ ചെറുപ്പം മുതലേ എനിക്ക് വളരെ പരിചിതയായ ഒരു വിശുദ്ധയാണ്. എന്താണ് ഇവളുടെ ജീവിതം? 9 വയസ്സുള്ളപ്പോൾ തന്നെ അടിമ വ്യാപാരത്തിനായി ഇവളെ തട്ടിക്കൊണ്ടുപോയി അടിമക്കച്ചവടക്കാർ, 9 വയസ്സുള്ളപ്പോൾ. പിന്നീട് അങ്ങോട്ട് 4 വർഷത്തോളം വളരെ കഠിനമായ ജീവിതമായിരുന്നു. ശരീരത്തിൽ നിന്ന് രക്തം പുറത്തു വരുന്നത് വരെയുള്ള പീഡനങ്ങൾ, മർദ്ദനങ്ങൾ. 4 വർഷം കൊണ്ട് ജോസഫൈൻ ബക്കീത്തയുടെ ശരീരത്തിൽ 144 വടുക്കൾ ഉണ്ടായിരുന്നു. വലിയ വേദന. 1, വീട്ടുകാരിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥ. 2, ക്രൂരരായ യജമാനന്മാർ, പണത്തിന് വിട്ടിരിക്കുകയാണ്. അങ്ങനെ പലരുടെ കൈകൾ മാറി 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 എല്ലാവരുടെയും പീഡനങ്ങളേറ്റ് ജീവിതം നരകതുല്യമായ ഒരു പെൺകുട്ടി. അങ്ങനെയാണ് അവൾ 1882 ഒരു ഇറ്റലിക്കാരൻ അവളെ വാങ്ങുന്നത്. ആ ഇറ്റലിക്കാരൻ അവളെ ഒരു കോൺസുളിന് വിറ്റു. ഇറ്റലിയിലേക്ക് അവൾ യാത്രയായി. ഈ കോൺസുൾ ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവരും ഈ ബക്കീത്തയോട് വളരെ കരുണയോടെ പെരുമാറി. ഇതുവരെ ശീലിച്ച രീതികളായിരുന്നില്ല അവൾ അവിടെ കണ്ടത്. യജമാനന്മാർ തന്നെയാണ്, പക്ഷേ ആ യജമാനന്മാർ, ആ കുടുംബത്തിലുള്ളവർ അവളോട് പെരുമാറിയത് അവരുടെയും മുകളിൽ മറ്റൊരു യജമാനനുണ്ട് എന്ന ബോധ്യത്തോടെയാണ്. മെല്ലെ അവൾക്ക് തങ്ങളുടെ കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവരോട് അവൾക്ക് വലിയ സ്നേഹവും കടപ്പാടും തോന്നി. അങ്ങനെ അവരുടെ ദൈവത്തെ അവൾ വിളിക്കാൻ തുടങ്ങി പാരോൺ. എന്താ പാരോൺ? മാസ്റ്റർ, യജമാനൻ. അവൾ അടിമയാണ്. ഇതുവരെ അവളുടെ യജമാനന്മാർ ക്രൂരന്മാരായ യജമാനന്മാരായിരുന്നു. ഇപ്പോൾ അവളുടെ യജമാനന്മാർ അവരുടെയും യജമാനനെ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അവൾ മനസ്സിലാക്കുന്നു തന്നെ സ്നേഹിക്കുന്ന ഒരു യജമാനനുണ്ട്. അത് വെറും യജമാനനല്ല, തൻ്റെ അപ്പനാണ്. തന്നെക്കുറിച്ച് കരുതലുള്ള ഒരപ്പൻ. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആ ദൈവത്തെ അവൾ മനസ്സാ വരിച്ചു. അങ്ങനെ 1896 അവൾ മാമോദീസ സ്വീകരിച്ചു. അതിനുശേഷം അവൾ കനോഷ്യൻ കോൺഗ്രിഗേഷനിൽ അംഗമായി ഒരു സിസ്റ്ററായി തീർന്നു. അങ്ങനെ ഒരു സിസ്റ്ററായി ഇറ്റലിയിൽ അങ്ങോളം ഇങ്ങോളം തൻ്റെ പാരോണെ പ്രഘോഷിക്കാൻ നടന്നു. തൻ്റെ യജമാനനെ പ്രഘോഷിക്കാൻ നടന്നു. പ്രിയപ്പെട്ടവരെ, ജോസഫൈൻ ബക്കീത്ത, സിസ്റ്റർ ജോസഫൈൻ ബക്കീത്തയുടെ പ്രഘോഷണം എങ്ങനെയായിരുന്നെന്നോ, എനിക്ക് അനേകം യജമാനന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും എനിക്ക് സമ്മാനിച്ചത് 144 വടുക്കളാണ്. പക്ഷേ ഞാൻ എൻ്റെ യജമാനനെ നോക്കുമ്പോൾ അവൻ്റെ ശരീരം നിറയെ വടുക്കളാണ്. എനിക്ക് വേണ്ടി ഏറ്റെടുത്ത വടുക്കൾ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിലൂടെ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യാശയുടെ ആ പുത്തൻ മാനങ്ങൾ, കാഴ്ചകൾ,
അനുഭവങ്ങൾ. സകല പ്രത്യാശയും നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ നിന്ന്, നിരാശയിൽ നിന്ന്, രക്ഷപ്പെടില്ല എന്നുള്ള തോന്നലിൽ നിന്ന് ഇതാ ക്രിസ്തു അവളെ മോചിപ്പിച്ചു. ക്രിസ്തു അവൾക്ക് വലിയ സ്വാതന്ത്ര്യമായി മാറി. അങ്ങനെ തൻ്റെ പ്രത്യാശയായി തീർന്ന കർത്താവിനെ അവൾ എല്ലാവരുടെയും പ്രത്യാശയായി പ്രഘോഷിച്ചു എന്നതാണ്. ഇനി നമുക്ക് ബൈബിളിൽ ഒരു അടിമയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു കത്തുണ്ട്. നിങ്ങൾക്കറിയാമത്. ഫിലമോന് എഴുതിയ കത്താണ്. ഫിലമോന് എഴുതിയ കത്ത് പൗലോസ് എഴുതി അത് കയ്യിലേൽപ്പിച്ചത് ആരെയാ? ഒനേസിമോസിനെയാണ്. ഈ ഒനേസിമോസിൻ്റെ പ്രത്യേകത എന്താ? ഫിലമോൻ്റെ അടിമയായിരുന്നു ഈ ഒനേസിമോസ്. എന്നിട്ട് ഫിലമോൻ്റെ പക്കൽ നിന്ന് ഒളിച്ചോടിപ്പോയതാണ് ഈ പറയുന്ന ഒനേസിമോസ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒടുവിൽ ഒനേസിമോസ് കർത്താവിനെ തിരിച്ചറിയാനിടയായി. യേശുക്രിസ്തുവിൽ വലിയ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടായി. പൗലോസിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് അദ്ദേഹം മാറി. അങ്ങനെയാണ് പൗലോസ് ഫിലമോന് കത്തെഴുതുന്നത്, ഒനേസിമോസിൻ്റെ കയ്യിൽ കൊടുത്തുവിടുന്നത്. ഒനേസിമോസിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്, ഫിലമോൻ, നീ ദാ ഒനേസിമോസിനെ സ്വീകരിക്കണം, ദാസനായിട്ടല്ല സഹോദരനായി. ഇതാണ് ക്രിസ്തു വിശ്വാസം ഒരു അടിമയുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം. അവൻ പിന്നെ അടിമയല്ല, സഹോദരനാണ്, എല്ലാവരുടെയും സഹോദരൻ. പ്രിയപ്പെട്ടവരെ, ഇതൊരു സാമൂഹിക അവസ്ഥയുടെ മാറ്റം കൂടിയാണ്. ക്രിസ്തുവിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ, യജമാനനെന്നോ അടിമയെന്നോ, ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ ഉള്ള സകല വ്യത്യാസങ്ങളും മാറിപ്പോവുകയാണ്. അതാണ് വലിയ ഉണർവിൻ്റെ, വലിയ കാഴ്ചപ്പാടിൻ്റെ, വലിയ പ്രത്യാശയുടെ ജീവിതം. ഇനി ക്രിസ്തുവിശ്വാസത്തിലേക്ക് വരുമ്പോൾ എല്ലാ വിധത്തിലുള്ള അടിമത്തങ്ങൾ മാറുന്നു. ഉദാഹരണം ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക സംസ്കാരങ്ങളിലും പ്രകൃതി ശക്തികളാണ് തങ്ങളുടെ മേധാവികൾ എന്നാണ് പലരും വിചാരിക്കുന്നത്. ശരിയല്ലേ? പ്രകൃതി ശക്തികൾക്ക് അടിമകളാണ്. ചിലർ തലയിലെഴുത്ത് എന്ന് പറയും, വേറെ ചിലർ നക്ഷത്രഫലം എന്ന് വിളിക്കും, വേറെ ചിലർ രേഖ അല്ലെങ്കിൽ രാഹുകാലം എന്നൊക്കെ പറയും. അതിൻ്റെ അർത്ഥം എന്താ? അതിലൂടെ എന്താ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ ജീവിതം ഒരു പാവകളിക്ക് സമാനമാണ്. പ്രപഞ്ചത്തിൻ്റെ ഏതോ കോണിൽ നിന്ന് ഏതൊക്കെ ഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്ന് പ്രിയപ്പെട്ടവർ സത്യദൈവത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള തലയിലെഴുത്ത് അഥവാ വിധി കാഴ്ചകളൊക്കെ മാറിപ്പോകുന്നു. വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. എന്താണെന്നോ, ഈ നക്ഷത്രങ്ങൾ പൂജരാജാക്കന്മാരെ യേശുക്രിസ്തുവിലേക്ക് എത്തിച്ച ആ ഒരൊറ്റ സംഭവത്തോടുകൂടി ജ്യോതിശാസ്ത്രം അതോടുകൂടി അവസാനിച്ചു എന്നാണ്. എന്താണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം? നക്ഷത്രങ്ങൾ യേശുക്രിസ്തുവിലേക്ക് പൂജരാജാക്കന്മാരെ എത്തിച്ചതോടുകൂടി ജ്യോതിശാസ്ത്രം അവസാനിച്ചു. അതായത് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമാണ് മനുഷ്യൻ്റെ വിധാതാക്കൾ എന്ന കാഴ്ചപ്പാട് അതോടുകൂടി തീർന്നു. ഇതാ ദ മാസ്റ്റർ ഹാസ് കം. യേശുക്രിസ്തുവിൽ പ്രപഞ്ചശക്തികളെല്ലാം എത്തി. ഒരു കാര്യം ഓർക്കണം, ഈ നക്ഷത്രം പൂജരാജാക്കന്മാരെ യേശുക്രിസ്തുവിലേക്ക് എത്തിച്ചപ്പോൾ അവർ പിന്നെ എന്താ ചെയ്തത്? യേശുവിൻ്റെ മുന്നിൽ ആരാധനയോടെ കുമ്പിട്ടു എന്നതാണ്. കണ്ടോ? സത്യദൈവത്തിന് മുൻപിൽ അവർ കുമ്പിടുകയാണ്. ഇനി മുതൽ പ്രപഞ്ചശക്തികളല്ല അവരുടെ ആരാധനാ മൂർത്തികൾ. അപ്പോൾ പറഞ്ഞു വന്നത്, പ്രത്യാശ ഇവർക്ക് സമ്മാനിക്കുന്ന ഒന്നാമത്തെ ക്വാളിറ്റി, ഒരു വിശ്വാസിക്ക് സമ്മാനിക്കുന്ന ഒന്നാമത്തെ ക്വാളിറ്റി, തങ്ങൾ പ്രപഞ്ചശക്തികളുടെ പാവകളാണ് എന്ന ആ ധാരണയിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ അവർക്ക് ലഭിക്കുന്നു. 2, രോഗങ്ങൾ, പരാജയങ്ങൾ, സഹനങ്ങൾ ഇവയൊക്കെ
തങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, തങ്ങൾ അവയുടെ എല്ലാം പിടിയിലാണ്. അങ്ങനെയുള്ള നിരാശയിലേക്ക് കൂപ്പുകുത്തുന്ന ഏർപ്പാട് ക്രിസ്തുവിശ്വാസത്തിലൂടെ, ക്രിസ്തുവിശ്വാസം സമ്മാനിക്കുന്ന പ്രത്യാശയിലൂടെ നീങ്ങിപ്പോകുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ജന്മനാ അന്ധനായ ആ വ്യക്തി, അവനെക്കുറിച്ച് അപ്പസ്തോലന്മാർ ഈശോയോട് ചോദിച്ചു, ഇവൻ ഇങ്ങനെ ആയത് ഇവൻ്റെ പാപം കൊണ്ടാണോ, ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടാണോ? ഈശോ എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ്. കണ്ടോ, രോഗം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാജയങ്ങൾ, സഹനങ്ങൾ, ദൈവമഹത്വം മനുഷ്യരിൽ പ്രകടമാകാൻ വേണ്ടിയുള്ള സാധ്യതകളായിട്ടാണ് ക്രിസ്തുവിശ്വാസം അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ട നഴ്സുമാരെ, നിങ്ങളുടെ മുന്നിൽ രോഗിയായ ഒരാളെത്തുമ്പോൾ ചിലപ്പോഴെങ്കിലും അയാൾ വലിയ നിരാശയിലേക്ക് കൂപ്പുകുത്തി വീണിട്ടുണ്ടാവാം. വലിയ പ്രത്യാശയിലേക്ക്, ക്രിസ്തുവിലേക്ക് അവരെ നയിക്കാൻ നിങ്ങളെ കർത്താവ് നിയോഗിച്ചിരിക്കുകയാണ്. പ്രത്യാശയുടെ ഉണർവ്, അതിനുവേണ്ടി നിങ്ങളെ നഴ്സുമാരായി കർത്താവ് നിയോഗിച്ചിരിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, സ്നേഹത്തിലുള്ള വിശ്വാസത്തിൻ്റെ അർത്ഥം എന്താണ്? നിരാശയ്ക്ക് അവിടെ സ്ഥാനമില്ല എന്നാണ്. 1 യോഹന്നാൻ 4:16 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ നാം വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്രൈസ്തവ വിശ്വാസം എന്നുള്ളത് സ്നേഹത്തിലുള്ള വിശ്വാസമാണ്. സ്നേഹത്തിലുള്ള വിശ്വാസം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമായി, അവരുടെ സ്നേഹം നഷ്ടപ്പെട്ടു എന്നവർ വിചാരിക്കുന്നു, എല്ലാം തകർന്നു, ഇനി യാതൊരു രീതിയിലും ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നവർ വിചാരിക്കുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അവർ ആഴപ്പെടുമ്പോൾ എത്രയോ അത്തരത്തിലുള്ള കുടുംബങ്ങളാണ് വീണ്ടും സ്നേഹം കണ്ടെത്തുന്നത്, നിരാശയുടെ അവസ്ഥയിൽ നിന്ന് വലിയ പ്രത്യാശയിലേക്ക് വരുന്നത്. കണ്ടോ, അപ്പോൾ സ്നേഹത്തിൽ വിശ്വസിക്കാൻ, പ്രത്യാശിക്കാൻ ക്രൈസ്തവർക്ക് സാധിക്കും. സ്നേഹത്തിന് എല്ലാം സാധിക്കും. സ്നേഹത്തിന് എല്ലാം സാധിക്കും. അതുതന്നെയാണ് ക്രൈസ്തവ പ്രത്യാശ. ഇനി നാലാമത്തെ കാര്യം, മരണം ശൂന്യതയല്ല, മരണം ശുഷ്കതയല്ല, മരണം പ്രത്യാശയ്ക്കുള്ള ഒരവസരമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവർ മരണത്തെ ഉറക്കം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ക്രൈസ്തവർ സെമിത്തേരി എന്ന വാക്ക് പോലും ഉണ്ടാക്കിയെടുത്തത്. ഉറങ്ങുന്ന ഇടം എന്നാണ് കൊയ്മെത്തേരിയോൺ എന്ന ഗ്രീക്ക് പദത്തിന് അർത്ഥം. എന്താ? അതിൻ്റെ അർത്ഥം എന്താ? ഉണരും എന്നുറപ്പാണ്. യേശു ക്രിസ്തുവിൽ ഉണരും. ഉത്ഥാനം ഉറപ്പ്, മരണം അവസാന വാക്കല്ല. അതിലൂടെ നിത്യ ജീവനിലേക്കുള്ള പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, 1 കൊറിന്തോസ് 15:19 നമ്മൾ വായിക്കുന്നില്ലേ, പൗലോസ് എഴുന്നതായിട്ട്, ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാളും ഭാഗ്യം കെട്ടവരാണെന്നാണ്. കണ്ടോ, അപ്പോൾ ഈ ലോകത്തിനു വേണ്ടി മാത്രം ഉള്ള പ്രത്യാശയല്ല ക്രൈസ്തവ പ്രത്യാശ, അത് നിത്യ ജീവനിലേക്കുള്ള പ്രത്യാശയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ഈ പ്രത്യാശ, ക്രൈസ്തവ പ്രത്യാശ അടിസ്ഥാനപരമായി ഉത്ഥാനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ്. അപ്പസ്തോലന്മാർ എല്ലാം തകർന്നു എന്ന് വിചാരിച്ചു. മ്ലാനവദനർ എന്നല്ലേ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ലൂക്ക 24-ാം അധ്യായത്തിൽ. പക്ഷേ പിന്നീട് അവർക്കുണ്ടായ മാറ്റം കണ്ടോ? വലിയ ഉണർവ്, വലിയ പ്രതീക്ഷ, വലിയ പ്രത്യാശ. ഈയൊരു ഉണർവ് ഉദ്ധിത വിശ്വാസത്തിലൂടെ എല്ലാ ക്രൈസ്തവർക്കും സ്വന്തമാകും. ദൈവം ഈയൊരു ഉണർവിലേക്ക്, പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുകയാണ്. ഇന്ന് ഈ ഒരു വിഷയം നമ്മളിവിടെ ഡീല് ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഉത്ഥാനത്തിന് പ്രായോഗികമായി എന്തൊക്കെയാണ്, നമ്മുടെ ഈ ഉത്ഥാന വിശ്വാസം നൽകുന്ന പ്രത്യാശയ്ക്ക്
പ്രായോഗികമായി ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്കുള്ളത്? ഒന്ന്, പ്രാർത്ഥന പ്രത്യാശയുടെ ഏറ്റവും നല്ല ലക്ഷണമാണ്. ഏത് പ്രശ്നത്തിലും, ഏത് വിഷയത്തിലും, ഏത് നഷ്ടത്തിലും, ഏത് രോഗത്തിലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പ്രത്യാശിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒപ്പം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടോ, അത് പ്രത്യാശയുടെ സുന്ദരമായ ലക്ഷണമാണ്. 2, നമ്മൾ കാണുന്നു ദൈവത്തിൻ്റെ സഹപ്രവർത്തകരാണ് നമ്മൾ. അപ്പോൾ പ്രവർത്തനങ്ങൾ, ദൈവത്തോട് ചേർന്നുള്ള പ്രവർത്തനങ്ങൾ, അത് പ്രത്യാശയുടെ മറ്റൊരു ലക്ഷണമാണ്. 1 കൊറിന്തോസ് 3:9 1 തെസ്സലോനിക്ക 3:2 ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുക എന്ന ആശയമുണ്ട്. അത് പ്രത്യാശയുടെ പ്രവർത്തനമാണ്. 3, സഹനം മനുഷ്യാസ്തിത്വത്തിൻ്റെ ഭാഗമാണ്. നോക്കൂ, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:29 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ ശക്തിയുള്ളതാണ് സഹനത്തിന് എന്ന് പ്രകടമാണ്. അപ്പോൾ സഹനത്തിൻ്റെ കരുത്ത്, വിശുദ്ധ അമ്മ ത്രേസ്യയൊക്കെ അത് കൃത്യമായി മനസ്സിലാക്കിയ വ്യക്തികളാണ്. സഹനത്തിൻ്റെ കരുത്ത്. സങ്കീർത്തനം 22 വായിച്ചു നോക്കൂ. സഹനത്തിലൂടെ കടന്നു പോകുന്ന ആ ഒരു വ്യക്തി പിന്നീട് എന്താണ്? വലിയ മിഷനറി ആയിട്ട് മാറുകയാണ്. ആ വ്യക്തിയുടെ സഹനത്തിലൂടെ എല്ലാവരും കർത്താവിലേക്ക് വരുന്ന അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി 4, യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ്. ആ ഒരു വിശ്വാസം അതിശക്തമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കണം. പ്രത്യാശ, പ്രിയപ്പെട്ടവരെ, ആത്യന്തികമായി ആ അതിസുന്ദരമായ കൂടിച്ചേരലിൻ്റെ, ഒരുമിച്ച് വരവിൻ്റെ, ദൈവാഭിമുഖത്തിൻ്റെ അതിസുന്ദരമായ ആ ഒരു അനുഭവമാണ് പ്രത്യാശയുടെ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ ആത്യന്തികമായ ഒബ്ജക്റ്റ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രത്യാശ നമ്മളിൽ നിറയട്ടെ. വലിയ പ്രത്യാശ നമ്മളെ കാണുന്നവരിൽ നിറയട്ടെ. വലിയ പ്രത്യാശ നമ്മൾ ഇടപെടുന്നവരിൽ നിറയട്ടെ. പ്രത്യേകിച്ച് രോഗികളായി നമ്മുടെ അടുക്കലെത്തുന്ന ഓരോ വ്യക്തിയും ക്രൈസ്തവ പ്രത്യാശയാൽ നിറയട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് ഉറപ്പുള്ള പ്രത്യാശയും സങ്കേതവുമായ നമ്മുടെ കർത്താവായ ഈശോയെപ്പറ്റി കൂടുതൽ ആഴത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തിയ ജോഷിയച്ചനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നു, നമുക്കെല്ലാവർക്കും ഒരേ ഒരു ദൈവവിളിയാണുള്ളത്. അത് നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഈശോയെ സ്നേഹിച്ചുകൊണ്ട് അനേകരിൽ കർത്താവിലുള്ള പ്രത്യാശയുടെ തിരിതെളിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.